കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഡിയോക് ഹെർമോൻ മിനിസ്ട്രിയിലേക്ക് ദൈവവചനം ശ്രവിക്കുവാൻ കടന്നു വന്ന ശ്രേഷ്ഠന്മാരായ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ബുക്ക് ഓഫ് ജോബ്, ഇയ്യോബിന്റെ പുസ്തകത്തെക്കുറിച്ച് ഒരു ചുരുക്കമായ ഒരു തിരുവചന ധ്യാനമാണ് കഴിഞ്ഞ എപ്പിസോഡ് പാർട്ട് 1 അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചത്. ഇന്ന് പാർട്ട് 2 അതിൻ്റെ ചില ആധികാരികമായ വിഷയങ്ങൾ ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം നിങ്ങളുടെ മധ്യേ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ അനേക ശാസ്ത്രീയ സത്യങ്ങൾ, സയന്റിഫിക് ട്രൂത്ത് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് പറഞ്ഞു. ഏതാണ്ട് 10 ശാസ്ത്രീയ വിവാഹങ്ങള് ഡിവിഷൻസ് ഇയ്യോബിന്റെ പുസ്തകത്തിലുണ്ട്. അത് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞ് ഒരു പ്രധാന ഭാവം ദൈവനാമ മഹത്വത്തിൽ നിങ്ങളെ മധ്യ ഷെയർ ചെയ്യുവാനാണ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത്. തിയോളജിയുണ്ട്, ക്രിസ്റ്റോളജിയുണ്ട്, ഏഞ്ചലോളജിയുണ്ട്, ഡെമനോളജിയുണ്ട്, ന്യൂമറ്റോളജിയുണ്ട്, ആന്ത്രപ്പോളജിയുണ്ട്, ഹെർമറ്റോളജിയുണ്ട്, മറൈൻ സയൻസ് ഉണ്ട്, ആസ്ട്രോളജിയുണ്ട്, ഗ്രാഫി ഉണ്ട്, എസ്കറ്റോളജിയുണ്ട്, മെട്രോളജിയുണ്ട്. ഇത്രയും ശാസ്ത്രീയ വിഭാഗങ്ങൾ എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം നിങ്ങളോട് ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇയ്യോബിന്റെ പുസ്തകത്തിലെ ഒരൊറ്റ ദൈവവചനത്തിൽ വ്യാപരിച്ച ദൈവശക്തി. ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 22 വാക്യത്തിലെ നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കൺമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടമുള്ള നാളിലേക്ക് സംഗ്രഹിച്ച് വച്ചിരിക്കുന്നു. ഇയ്യോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരൊറ്റ വാക്യമാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം അവർക്ക് മടക്കി കിട്ടുവാൻ ദൈവം ഉപയോഗിച്ച ലോക രാജ്യങ്ങളിൽ ദൈവം സ്വാധീനിച്ചിട്ടുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്തെന്നും, സ്തോത്രം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ലോകത്ത് വെളിപ്പെടുത്തിയിട്ടുള്ള, സ്തോത്രം, അതിശക്തമായ നിറവേറ്റപ്പെട്ട ഒരു വാക്യമാണ് ഈ വാക്യം. നമുക്കറിയാമല്ലോ, ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 22 വാക്യമാണ്. ഞാൻ ഒന്നുകൂടെ ആ വാക്യം വായിക്കുന്നു. ജോബ് ചാപ്റ്റർ 38 വേഴ്സ് 22-23. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? നീ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ച് വെച്ചിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ ബഥാനിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു അത്തിവൃക്ഷത്തെ കണ്ടു. ഫലമുണ്ടെന്ന് അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഫലം കണ്ടില്ല, ഇല മാത്രമേ കണ്ടുള്ളൂ. അത്തിയെ ശപിച്ചു. അത്തി വേരോടെ ഉണങ്ങിപ്പോയതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത്തി ആരാണ്? അത് യഹൂദ രാഷ്ട്രമാണ്. യഹൂദൻ ദൈവത്തിന് മഹത്വമില്ലാതെ ഫലമില്ലാതായി തീർന്നപ്പോൾ ദൈവം ആ അത്തിയെ, രാഷ്ട്രത്തെ ചതിച്ചു. AD 7 ഒരിക്കൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി
യെരൂശലേമിൽ കൂടി കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, ഈ ദേവാലയം എത്ര മനോഹരം! കാരണം 46 വർഷം കൊണ്ട് ഏറെത് പണിത മനോഹരമായ ദേവാലയം, വെള്ള മാർബിളിൽ, സ്ക്വയർ മാർബിളും തങ്കത്തിലും തീർത്ത മനോഹരമായ ലോക പ്രശസ്തിയേറിയ ആ ദേവാലയം കണ്ടു. എന്നാൽ യേശു പറഞ്ഞു, ഇത് കൽമേൽ കല്ല് ശേഷിക്കുമെന്ന് പറഞ്ഞു. കാരണം ശിഷ്യന്മാരുടെ കണ്ണ് വെള്ള മാർബിളിൽ പതഞ്ഞപ്പോൾ യേശുവിന്റെ കണ്ണ് ആലയത്തിന്റെ ഉള്ളിലേക്കാ ചെന്നത്. ദൈവത്തിന് മഹത്വം കെടുക്കാത്ത കർമാരാധനയും ചടങ്ങും ഉത്സവവും പ്രാപകച്ചോടും മണിയച്ചേഞ്ചും മറ്റ് കൊള്ള ലാഭങ്ങളും ബിസിനസ്സും നടക്കുന്ന ആ യെരൂശലേം ദേവാലയം കള്ളന്മാരുടെ ഗുഹയായി മാറി. അങ്ങനെ ദേവാലയം AD 70 ടൈറ്റസിനാൽ പിടിക്കപ്പെട്ട് ദേവാലയം നശിക്കപ്പെട്ടു. അത് തീ വെച്ചു. അതിനകത്തെ പൊന്നും തങ്കവും ഒക്കെ വിലയേറിയ വസ്തുക്കളും അന്ന് റോമക്കാർ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയി. അവർ ലൂട്ട് ചെയ്തുകൊണ്ട് പോയി. യഹൂദൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ചെതറിപ്പോയി. അങ്ങനെയല്ലേ AD 70 യഹൂദൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ചെതറിപ്പോകുമെന്നുള്ള പ്രവചന നിവൃത്തി ആവർത്തന പുസ്തകം 28-ന്റെ 64-ഉം 30-ന്റെ 4-5 വാക്യങ്ങളിലും നിറവേറി. അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി വേരോടെ. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ യഹൂദനെ മടക്കിക്കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ വചനത്തിനുണ്ട്. യിരെമ്യാ പ്രവചനം 16-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തിൽ അവരെ മടക്കിക്കൊണ്ടുവരുന്നൊരു കാലം എഴുതിയിട്ടുണ്ട്. എസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ അവരെ മടക്കി കൊണ്ടുവന്ന് ദേശത്ത് പാർപ്പിക്കുമെന്ന് ദൈവവചനത്തിലുണ്ട്. എസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 35-36 വാക്യങ്ങളിൽ ശൂന്യമായി കിടക്കുന്ന ദേശം ഏദൻ തോട്ടം പോലെയാകുമെന്ന് പ്രവചനമുണ്ട്. അവരെ ചിതറിക്കുക മാത്രമല്ല, അവരെ മടക്കിക്കൊണ്ടുവരും എന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ചിതറിപ്പോയ യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായി സെറ്റിലായി. അവര് വലിയ ബിസിനസ്സുകാരായി. അവര് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും, നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ അവർ സെറ്റിലായി. നമ്മുടെ കേരളത്തിലെ മട്ടാഞ്ചേരിയിൽ അവരുടെ സിനഗോഗുകളുണ്ട്, ജൂവിഷ് സ്ട്രീറ്റ് ഉണ്ട്, ധാരാളം ജൂവിഷ് അവിടെ പാർത്തിരുന്നു. അങ്ങനെ ഇസ്രയേൽ രാജ്യം പലരുടെ കൈയാൽ ഭരിക്കപ്പെട്ട് ടർക്കികളുടെ കയ്യിൽ വന്നു. അങ്ങനെ ടർക്കി ഗവൺമെന്റ് ഇവരെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലുള്ള യഹൂദന്മാരുടെ എല്ലാം ഇടയിൽ ഒരു വലിയ ഉണർവുണ്ടായി. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ഒരു യഹൂദജാതിയുടെ ഉണർവുണ്ടായിട്ട് ആസ്ട്രേലിയയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജൂവിഷ് ലോയർ, ഒരു യഹൂദ അഭിഭാഷകൻ തിയോഡർ ഹെർസൺ ജൂവിഷ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു മനോഹരമായ ബുക്ക് എഴുതി. അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന ജൂവിഷിന്റെ ഇടയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ആ പുസ്തകം വായിച്ച് ഇവരുടെ ഉള്ളിൽ വലിയ ഉണർവുണ്ടായി. സ്വിറ്റ്സർലൻഡില് അങ്ങനെ യഹൂദന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഒരു കൺവെൻഷൻ ക്രമീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ധനികരായ ബിസിനസ്സുകാരായ യഹൂദന്മാർ ഒരുമിച്ച് കൂടി സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒരു വലിയ ജാഥ നടത്തി. അവർ ചിലർ ഡിക്ലെയർ ചെയ്തു. അവർ രൂപീകരിച്ചതാണ് സിയോൺ സംഘം. അങ്ങനെ അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റായിട്ട് റഷ്യൻ സിറ്റിസണുള്ള വെയ്സ്മാനെ തെരഞ്ഞെടുത്തു. അങ്ങനെ ആ സമയത്താണ് ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്.
ബ്രിട്ടനും ജർമ്മനിയും രണ്ട് സൈഡിൽ നിന്ന് യുദ്ധം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ ആദ്യമൊക്കെ മുന്നേറിയെങ്കിലും ജർമ്മൻ സൈന്യം പല സ്ഥലങ്ങളും പിടിച്ചടക്കി. ബ്രിട്ടീഷുകാർക്ക് വെടിമരുന്ന് കിട്ടുന്ന പല സ്ഥലങ്ങളും ഒക്കെ അവർ കൈവശമാക്കിയതുകൊണ്ട് ഇവർക്ക് വെടിമരുന്ന് ഉണ്ടാക്കുവാനോ അതിൻ്റെ വെടിയുണ്ടകൾ ഉണ്ടാക്കാനുള്ള വെടിമരുന്നുകളൊക്കെ ആ സ്ഥലങ്ങളെല്ലാം അവരുടെ ജർമ്മന്റെ കയ്യിലായി. അങ്ങനെ ബ്രിട്ടൻ തോക്കുമെന്ന ഒരു സാഹചര്യം വന്നു. ബ്രിട്ടീഷ് സൈന്യം തോൽക്കുമെന്നുള്ള, ആ ബ്രിട്ടന്റെ സഖ്യകക്ഷികൾ തോക്കുമെന്നുള്ള സാഹചര്യം വന്നപ്പോൾ അന്നത്തെ ഭരണാധികാരിയായ ജോർജ് അഞ്ചാമൻ വെയ്സ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം UK-യിലെ ഇംഗ്ലണ്ടിലെ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, കെമിസ്ട്രി പ്രൊഫസറായിരുന്നു. ഈ വിവരം പറഞ്ഞു, നമുക്ക് വെടിമരുന്ന് അവൈലബിൾ അല്ല, സുലഭമല്ല, എന്തു സംഭവിക്കാവുന്ന അപകടം നിറഞ്ഞൊരു സാഹചര്യമാണ്. ജർമ്മൻ സൈന്യം പലയിടത്തേക്കും ജയിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ആ ഭക്തനായ വെയ്സ്മാൻ തൻ്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. അങ്ങനെയാണ് താൻ TNT ഗ്യാസ് കണ്ടുപിടിക്കുന്നതും TNT ഗ്യാസ് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് ബ്രിട്ടീഷ് സീൽ കൂടി കടന്നു പോകുമ്പോൾ വിവിധ രീതിയിൽ പ്രതികൂലമായ കാലാവസ്ഥ മുഖാന്തരം ഈ TNT ഗ്യാസ് നിർജ്ജീവമായി പോകുന്നു. ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് ഇത് ബേൺ ആയി പോകുന്നു. അങ്ങനെ ഇത് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ട് ഒരു പ്രയോജനമില്ലാതായി. അപ്പോഴാണ് ഈ ഭക്തനായ ദൈവദാസൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, അത് ഈ വെയ്സ്മാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹിമത്തിന്റെ പണ്ണാരത്തോളം നീ ചെന്നിട്ടുണ്ടോ? അതിനെ പോരും പടയുമുള്ള നാളിലേക്ക് ഞാൻ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ യുദ്ധവുമായി ഈ മഞ്ഞിനെന്താണ് പ്രാധാന്യം എന്നുള്ള വിഷയം അദ്ദേഹത്തിന് ചിന്തിക്കുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. അങ്ങനെ മഞ്ഞുകട്ട കൊണ്ടുവന്ന് ഈ TNT ഗ്യാസ് നിറച്ച സിലിണ്ടർ മഞ്ഞുകട്ടയിൽ പൊതിഞ്ഞ് അതൊരു പേടകത്തിലാക്കി യുദ്ധസ്ഥലത്തേക്ക് വിട്ട് അവിടെ വെച്ച് ബ്രിട്ടീഷ് സൈന്യം, സ്തോത്രം, അല്ലെ, ജർമ്മനിയെ തോപ്പിച്ച്, എതിർ കക്ഷികളെ തോപ്പിച്ച് 1-ാം ലോക മഹായുദ്ധം ജയിക്കുവാനിടയായി. പരാജയം മുന്നിൽ കണ്ട ബ്രിട്ടീഷ് സൈന്യം നോക്കിക്കേ, ജയത്തിൽ വരാൻ കാരണം ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. ക്രിസ്ത്യാനിയായ പ്രാർത്ഥിക്കുന്ന ഈ ശാസ്ത്രജ്ഞനെ അദ്ദേഹത്തോട് ദൈവം വചനത്തെ കൂടി അരുളി ചെയ്ത ദൈവമക്കളെ നോക്ക്, ദൈവ വചനത്തിന്റെ പ്രാധാന്യം, ദൈവ വചനത്തിന്റെ ശക്തി. സയൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകமான ഇയ്യോബിന്റെ പുസ്തകത്തിൽ എത്ര ശക്തമായി, കൃത്യമായി, ആധികാരികമായി എഴുതിപ്പിച്ചിരിക്കും. ജോർജ് അഞ്ചാമൻ ചക്രവർത്തി വെയ്സ്മാനെ വിളിച്ചു ചോദിച്ചു, ഇത്ര വലിയ ഈ ജയത്തിന് കാരണം വെയ്സ്മാന്റെ ഈ കണ്ടുപിടുത്തം. അതുകൊണ്ട് എന്ത് പ്രതിഫലം തരണം എന്ന് ചോദിച്ചു. വെയ്സ്മാൻ പറഞ്ഞു, യാതൊരു വിധമാകുന്ന പ്രതിഫലങ്ങളും എനിക്ക് വേണ്ട ഈ ലോകപ്രകാരം. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ആവശ്യമാണ്.
ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനും അരുളി ചെയ്ത, ഞങ്ങളുടെ പിതാക്കന്മാർ വാഗ്ദത്തം ചെയ്ത, അവർക്ക് അവകാശമായി കൊടുത്ത, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾ പാർത്തിരുന്ന ഞങ്ങളുടെ യഹൂദ മണ്ണ് ഞങ്ങൾക്ക് തിരികെ തരണം. അതുമാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റു യാതൊരു ഭൗതിക നന്മകളോ മറ്റൊരു യാതൊരു പ്രൈസോ പ്രസന്റോ അവാർഡോ ആഗ്രഹിക്കുന്നു. ജോർജ് അഞ്ചാമൻ അത് വാക്ക് കൊടുത്തു. അങ്ങനെ ബ്രിട്ടീഷ് സൈന്യം ടർക്കികളെ സമീപിച്ചു, സർക്കിൾ സുൽത്താനെ സമീപിച്ചു. അന്ന് ടർക്കിയുടെ ഭരണാധികാരികൾ മാറിയത് കൊണ്ട് അത് ജർമ്മനിയോടെ ചേർന്ന് നിൽക്കുക. അന്നത്തെ ടർക്കിയുടെ ഭരണാധികാരി പറഞ്ഞത്, ഞങ്ങൾ യെരൂശലേം വിട്ടുതരാം, യഹൂദനാട് വിട്ടുതരാം, പക്ഷെങ്കിൽ നീലനദിയിലെ വെള്ളം യെരൂശലേമിലേക്ക് ഒഴുകണം. അന്ന് ഞങ്ങളിത് വെറുതെ വിട്ടു. കാരണം കളിയാക്കി, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ കളിയാക്കി, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അപമാനിച്ചു മടക്കി അയച്ചു. എന്നാൽ ഇത് കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. സ്തോത്രം. ഈ വാക്ക് കേട്ട സ്വർഗത്തിലെ ദൈവമുണ്ട്. ദൈവജനത്തെ പരിഹസിച്ച, അപമാനിച്ചു വിട്ടതായ ആ വാക്ക് സ്വർഗത്തിലെ ദൈവം കേട്ടുകൊണ്ട് ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് സൈന്യം അലക്സാണ്ട്രിയ തുറമുഖത്തേക്ക് കപ്പലിൽ യാത്ര ചെയ്തു. അവരുടെ നേവി ഷിപ്പ് അലക്സാണ്ട്രിയ പോർട്ടിനടുത്തു. അവിടെ നിന്ന് നേരെ മരുഭൂമി കൂടെ ജെറുസലേമിലേക്ക് അവർ മാർച്ച് ചെയ്യുകയാണ്. അവർ മാർച്ച് ചെയ്യുന്ന സമയത്ത് അവർ ക്യാമ്പ് ഓരോ സ്ഥലത്ത് മാറ്റി അടയ്ക്കും. അവർക്ക് ആ ക്യാമ്പ്, അവരുടെ മിലിറ്ററിക്കാർക്ക് മിലിറ്ററിക്കാർക്ക് ആവശ്യമാകുന്ന വെള്ളം വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഈ വെള്ളം സുലഭമായി ലഭിക്കുവാൻ നീലനദിയിലെ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. നീലനദിയിൽ വലിയ ശക്തമായ മോട്ടോർ വെച്ചിട്ട് പൈപ്പ് വഴി വെള്ളം മരുഭൂമി കൂടി അടിക്കാൻ തുടങ്ങി. ഉയർന്ന കുന്നുകളിൽ ടാങ്ക് സ്ഥാപിച്ച് ഇത് സ്റ്റോർ ചെയ്യും. അവിടുന്ന് വേറെ മോട്ടറിൽ വീണ്ടും പമ്പ് ചെയ്യും. അങ്ങനെ ബ്രിട്ടീഷ് മിലിറ്ററി യെരൂശലേമിൽ വരുന്നതുവരെ ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നീലനദിയിലെ വെള്ളം യെരൂശലേമിൽ പൈപ്പിലൂടെ വന്നൊഴുകി ബ്രിട്ടീഷ് സൈന്യം കുടിച്ചു. അന്ന് തുർക്കിയിലെ ഭരണാധികാരി പറഞ്ഞ അഹങ്കാരമായ വാക്ക്, അപമാനിക്കത്തക്ക വാക്ക് കേട്ടുകൊണ്ടിരുന്ന സ്വർഗത്തിലെ ദൈവത്തിന് ഇതൊന്നും അസാധ്യമല്ല. എന്റെ ദൈവത്തിന്റെ പൈതലിനെ കേൾക്കുന്ന ദൈവയിലെ, സ്വർഗത്തിലെ ദൈവത്തിന് നമ്മുടെ വിഷയങ്ങളൊന്നും അസാധ്യമല്ല. സ്വർഗത്തിലെ ദൈവത്തിനറിയാം എങ്ങനെ വിഷയങ്ങളെ നീക്കിപ്പോക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാമെന്ന്. അങ്ങനെ ജനറൽ അല്ലംബയുടെ നേതൃത്വത്തിലാണ് ബ്രിട്ടീഷ് സൈന്യം യുദ്ധത്തിനായി വന്നു. അവർ ജെറുസലേമിൽ വന്നു, ക്യാമ്പ് ചെയ്തു. ജനറൽ അല്ലംബി ദൈവസനിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ജോർജ് അഞ്ചാമനോട് താൻ സന്ദേശം അയച്ചു. ജോർജ് അഞ്ചാമൻ പറഞ്ഞു മറുപടി ഇതാണ്: പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുക. പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുക. അങ്ങനെ ജനറൽ അല്ലംബി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് താന് ഒരു ലഘുലേഖ അടിച്ചു, ഒരു ലീവ്ലെറ്റ് ഉണ്ടാക്കി. അത് പ്രിന്റ് ചെയ്ത് യെരൂശലേം മുഴുവൻ അത് വിതരണം ചെയ്തു ഫ്ലൈറ്റിൽ.
ഒരു തുള്ളി രക്തം പോലും ചീന്താതൊരു യുദ്ധം കൂടാതെ ടർക്കി സൈന്യം കീഴടങ്ങെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ബെനിഫിറ്റുകളും സമാധാനപരമായി നിങ്ങളുടെ സൈന്യവുമായി ടർക്കിയിലേക്ക് പോകും. ഒരു യോദ്ധാവ് പോലും നഷ്ടപ്പെടത്തില്ല. ഒരു വ്യക്തിക്ക് പോലും ഒരു ഇഞ്ചറിയും ഉണ്ടാകത്തില്ല. ഒരസമാധാനം ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ നാട് യുദ്ധം ചെയ്യാതെ മടക്കിത്തരാൻ. അങ്ങനെ ജനറൽ അലംപിയും തന്റെ കൂടെയുള്ള പ്രാർത്ഥിക്കുന്നവരുമായി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ടർക്കി സൈന്യം ഒരു ദിവസം രാവിലെ ഒരു കുതിരപ്പുറത്ത് അതിന്റെ മേജർ ഒരു മെസ്സേജ് കൊടുത്തയച്ചു. ജനറൽ അലംബി പാർക്കുന്ന ആ ക്യാമ്പ് സൈറ്റിൽ അവർ വന്നു നിന്നിട്ട് അദ്ദേഹത്തിന് ആ ലെറ്റർ കൊടുത്തു, ഞങ്ങൾ കീഴടങ്ങാം. അങ്ങനെ അവരവിടെ കാര്യങ്ങൾ ക്രമീകരിച്ച് ജനറൽ അല്ലംബി യെരുശലേമിന്റെ കീ മേടിക്കുവാൻ ജാഫ ഗേറ്റിൽ വന്നപ്പോൾ വെള്ളക്കൊടി, സമാധാനത്തിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് ടർക്കി മേജർ ജനറൽ അല്ലംബിയുടെ കയ്യിൽ യെരുശലേമിന്റെ കീ കൊടുത്തു. ജനറൽ അല്ലംബി ഒരു കയ്യിൽ ദൈവത്തിന്റെ വചനം, ഒരു കയ്യിൽ യെരുശലേമിന്റെ കീ പിടിച്ച് യാഫാ ഗേറ്റിൽ കൂടെ കയറി മുട്ടുകുത്തി. യുദ്ധം ചെയ്യാതെ ഒരു തുള്ളി രക്തം ചീന്താതെ ജെറുസലേം മടക്കി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്ത് താൻ ജെറുസലേമിലേക്ക് പ്രവേശിച്ചു. ദൈവമക്കളെ, യഹൂദനാട്, നഷ്ടപ്പെട്ട നാട് മടക്കി കിട്ടുവാൻ അതിന് മുഖാന്തരമായി ഒരുങ്ങിയത് മറ്റൊന്നുമല്ല. ചരിത്രം പറഞ്ഞത് ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിലെ 22-23 വാക്യങ്ങൾ. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ഈ പ്രപഞ്ചങ്ങളൊക്കെ മാറും. ദൈവത്തിന്റെ വചനത്തിൽ വ്യത്യാസമില്ല. എന്റെ ദൈവ പൈതലേ, നിന്നോടൊരു ദൂത് സംസാരിച്ചാൽ അല്പം താമസിച്ചാലും വിഷയങ്ങൾക്ക് ഉത്തരം ലഭിക്കും. അല്പം താമസിച്ചാലും സ്തോത്രം, ആ വാഗ്ദത്തം നിറവേറും. നോക്കണമേ, ദൈവത്തിന്റെ വചനം എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ അനേക ശാസ്ത്രീയ സത്യങ്ങൾ, അനേക ശാസ്ത്രീയ വിഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. ഹല്ലേലൂയ. അത്ര മനോഹരമായ, ആഴമായ പ്രാർത്ഥനയോടെ പഠിക്കേണ്ട ഇത്ര മനോഹരമായ ആഴമേറിയ ഒരു പുസ്തകം. അത് തുടർന്ന് നമുക്ക് വളരെ ഭക്തിയോടും പ്രാർത്ഥനയോടും നമുക്ക് പഠിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ഒരു വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ ഞാൻ നിങ്ങളുടെ മധ്യേ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഒന്ന്, പിതാവാം ദൈവം. ജോബിന്റെ കഷ്ടതയുടെയും പരിശോധനയുടെയും പിന്നിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് സർവശക്തനും സർവജ്ഞാനിയും സർവാധികാരിയും സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്താൽ നിയന്ത്രിക്കുന്നവനുമായ ദൈവം. ജോബിന്റെ പുസ്തകത്തിൽ ആരംഭം മുതൽ അവസാനം വരെ ആധികാരത്തിൽ ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് കാണാം. 2, ജോബാണ്. ആയിരക്കണക്കിന് ആടുമാടുകളും ഒട്ടകങ്ങളും ദാസിദാസന്മാരും ഉണ്ടായ മധ്യ പൗരത്വ ദേശത്തിലെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കൃഷിക്കാരനും ധനികനും ഭക്തനുമായ സ്തോത്രം ദൈവദാസനാണ് ഇയ്യോബ്. ഒരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ദൈവത്തെ നഷ്ടമാക്കാതിരുന്ന യോബ് തന്റെ ജീവിത സായാഹ്നത്തിൽ
മധ്യാഹ്ന സൂര്യൻ ഉദിക്കുന്നത് ആണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. 3 ഇയ്യോബിന്റെ ഭാര്യയാണ്. വിശ്വാസിയും ഭക്തയുമായ ജോബിന്റെ ആയിരിക്കുവാൻ ആ സഹോദരിക്ക് ഭാഗ്യം ലഭിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീരത്നമായിരുന്നു. അവിശ്വാസിയായി ദൈവത്തെ തള്ളിപ്പറയുവാനും ഉപേക്ഷിക്കുവാനും ഒക്കെ പറഞ്ഞെങ്കിലും ദൈവയുടെ വ്യാപാരമായി കേന്ദ്രമായി ഒടുവിൽ ദൈവം അവളെ മാറ്റി. അവളൊരു അവിശ്വാസിയായി, എങ്കിലും ദൈവം അവളെ തള്ളിക്കളയുവാൻ അനുവദിച്ചില്ല. അവളിൽ കൂടെ ചില ദൈവത്തിന്റെ മഹത്വം, ദൈവകൃപയുടെ വ്യാപാരം അവൾ വെളിപ്പെടുവാൻ ദൈവനാമം ഇയ്യോബിന്റെ കുടുംബജീവിതത്തിൽ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. 4, സാത്താൻ. ദൈവത്തിന്റെ സകല നീതിയുടെ ശത്രുവായ സാത്താൻ ജോബിനെ ആക്രമിച്ച് അവന്റെ മക്കളെയും ആടുമാടുകളെയും സമ്പത്തിനെയും ദാസിദാസന്മാരെയും നശിപ്പിക്കുന്നു. ജീവൻ ഒഴികെ നശിപ്പിക്കുവാൻ അനുവദിക്കപ്പെട്ട സകലത്തെയും തൊടുവാൻ അധികാരമായ ദുഷ്ടൻ. 3 സ്നേഹിതന്മാരെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏദോമിനായ എലിഫസ്, ശുഖ്യനായ ബിൽദാദ്, നയമാനായ സോഫാർ. ഇവർ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വന്നായിട്ട് കാണും. മറ്റൊരു ചെറുപ്പക്കാരനെ കൂടെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതിനകത്ത് ഒടുവിൽ, ഏലീഹു. തുടർന്ന് ഈ വിഷയങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിനകത്തെ കഥാപാത്രങ്ങൾ പ്രധാനമായിട്ട് ഇയ്യോബിന്റെ ഭാര്യ, സാത്താൻ, 3 സ്നേഹിതന്മാർ, അതിൽ 4ാമത് ഒരാളുടെ കൂടെ കടന്നു വരുന്നുണ്ട്, ഏലീഹു. ഏറ്റവും ഇത് നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയുണ്ട് ദൈവവചനം ശ്രമിപ്പാൻ. അടുത്ത ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിന്റെ വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിക്കുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നാട്ടെ. ദൈവം ഓരോ വ്യക്തികളോടും സംസാരിച്ചാട്ട് ഇടപെട്ടാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു വെരി മച്ച്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.